ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ബഹ്റൈനിലെ ഒരു ആട് ഫാമിലേക്കാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെ എൻട്രൻസ് ആണിത്. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ. നല്ല പച്ചപ്പ് പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. നല്ല വള്ളിച്ചെടികളും കടലാസ് ചെടികളും ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. എൻട്രൻസ് അങ്ങോട്ട് കയറി പോകുമ്പോൾ അവിടെ ഫസ്റ്റ് ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. കുറേ എല്ലാം മജ്ലിസ് കെട്ടിയിട്ടുണ്ട്. മജ്ലിസ് പോലെ കെട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ. അതിൻ്റെ ഓണറാണ് നടന്നു പോകുന്നത് കേട്ടോ. അവിടെ ഒരു കൂടാരം വെച്ചിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റിയാണ്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഒരു ഷെഡ് കെട്ടിയിട്ടേക്കുന്നു. അവിടെ മൊത്തം കോഴികൾ കേട്ടോ. നമ്മളെ നാടൻ കോഴികൾ, നല്ല പൂവൻ കോഴികൾ, ഒരുപാട് കോഴികൾ, ടർക്കി, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ കുറച്ച് ആടുണ്ട്. അവിടെ ഒരു പഴയ വണ്ടി കിടപ്പുണ്ട്. അവിടെ അധികം അങ്ങനെ ആരും വരാറില്ല കേട്ടോ. ഈ ആട് ഫാമൊന്നും ആരും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഉള്ളിലോട്ട് നടന്നു പോയിട്ടോ. ഇവിടെയൊക്കെ വൃത്തിഹീനമായിട്ട് കിടക്കുക, വൃത്തിയില്ല ഇവിടെ. അവിടെ എല്ലാ സാധനങ്ങളും കളിച്ചു വരിട്ടേക്കും. അവിടെ ഒരു ബാറ്റർ ടാങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഗാർഡനൊക്കെ സന്ദർശിക്കാൻ വരുമ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റം ആയിരിക്കും. എല്ലാം തുരുമ്പടിച്ച് കിടപ്പുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴേ ഈ ഫാമുള്ളത്. ഫാമിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ ആ മരത്തിൻ്റെ ഇടയ്ക്ക് നിന്നൊരു കോഴി ഒരു ഒറ്റ ചാട്ടം കിട്ടോ. ഒരു പൂവൻ കോഴി. ഞാൻ ആകെ പേടിനകത്ത് കുറച്ച് ആട് കിടപ്പുണ്ട്. അതോ നല്ല ചെമ്മരിയാട് അനങ്ങാതെ വന്നല്ലേ. അത് ബഹ്റൈൻ്റെ ആടൊരു ചാട്ടം. അഹങ്കാരി. തല കറുപ്പും അതിൻ്റെ ശരീരം മൊത്തം വെള്ളയും. എല്ലാ ആടും അങ്ങനെ. തല ആടിനകത്ത് ശരീരം വെള്ളയും. എല്ലാടും അങ്ങനെയല്ല, ചില ആടുകൾ അങ്ങനെ. പക്ഷെ നല്ല കൊഴുത്ത് തടിച്ചു കൊഴുത്തിരിക്കുന്നുണ്ട്. കുബൂസ് കഴിച്ചിട്ടാന്ന് തോന്നുന്നു ഇത്രയും തടി വെച്ചത്. നമ്മുടെ നാട്ടിലെ ആടൊക്കെ എന്ത് മെലിഞ്ഞായിരിക്കുന്നു. എത്ര ഫുഡ് കൊടുത്താലും ഇത് മെലിഞ്ഞിട്ടായിരിക്കുന്നു. പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു സെക്ഷൻ. അതിലങ്ങോട്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് അങ്ങോട്ട് നല്ല കൊഴുത്തിയ മണ്ടൻ ആട് കേട്ടോ. വലിയ വലിയ ആടുകൾ. ഒരാടൊരു 80-90 കിലോ ഒക്കെ കാണുമായിരിക്കും. അതിലും മേലെ കാണുമായിരിക്കും. അത്രയ്ക്കും വലിയ ആടാട്ടോ. ഒരു ചെവി ഉണ്ടില്ലേ, നല്ല നീളം ചെവി. എനിക്ക് ഭയങ്കരം ചെവിയാ. അതിൻ്റെ പിറത്തൊക്കെ ഇങ്ങനെ റെഡ് കളർ വെച്ച് ലേബൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്യാനുള്ളത് പോലെ ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ മറു സൈഡിൽ പോയപ്പോൾ അവിടെ വൃത്തിയൊന്നുമില്ല കേട്ടോ. അവിടെ എല്ലാം കോഴി വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ കോഴിയുണ്ട്. അതിനെയൊക്കെ പട്ടി പിടിക്കുന്ന ഞാൻ തോന്നുന്നു. ഭയങ്കര വേസ്റ്റ് അവിടെ, സ്മെല്ലും. കുട്ടികളുടെ ആഗ്രഹം കാരണം ആടിനെ കാണിക്കാൻ കൊണ്ടുപോയതാണ്. പക്ഷെ ആടൊക്കെ നല്ല മണ്ടൻ ആട്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും നമ്മുടെ അടുത്തോട്ട് വരുന്നു കേട്ടോ. എന്ത് രസമാണ് കാണാൻ. എൻ്റെ ചെവി ഭയങ്കര അതിശയപ്പെട്ടു കേട്ടോ എൻ്റെ ചെവി കണ്ടിട്ട്. പിന്നെ അവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ഒട്ടകം അത് ആ ഓണറിൻ്റെ ഒട്ടകം കേട്ടോ. ഒരു ഒട്ടകേ ഉള്ളായിരുന്നു അവിടെ. പുള്ളി അതിനെ അയച്ചു കൊണ്ടുവന്ന് കെട്ടാൻ പോവുകയെന്ന് തോന്നുന്നു. അടുത്തോട്ട് തന്നെ കാല് വെച്ച് നല്ല തൊഴി തരും. അതിൻ്റെ അടുത്തോട്ട് പോയില്ല. പിന്നെ അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ CO3 പുല്ലിട്ടിട്ടുണ്ടാവും. അത് കണ്ടപ്പോൾ മനസ്സിലൊരു സന്തോഷം. നമ്മളെ നാട്ടിൽ പോയ ഒരു ഫീലിങ്. നമ്മുടെ നാട്ടിലെ ഫാമൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ CO3 പുല്ലിട്ടിട്ടുണ്ടല്ലോ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിനോട് ചേർന്ന് ഒരു ഫാമുണ്ട് കേട്ടോ. അവരുടെ തന്നെ അതൊരു ചെറിയ ഫാം. അവിടെ മിക്സ് ചെയ്തിട്ടേക്കുക. നാടനാടും ബഹ്റൈനിലാടും എല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കും. ആട്ടും കുട്ടിയും എല്ലാം കൂടി, കോഴി എല്ലാം ഉണ്ട്. ചെറിയ കുഞ്ഞാടുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടപ്പോൾ മനസ്സിലൊരു സന്തോഷം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. താങ്ക് യു.